ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്താ പറയുക, ഇരിഞ്ഞാലക്കുടയിലെ ഗാന്ധിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രൊമോഷൻസ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ചോദ്യം ചോദിച്ച് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചറിനെ കണ്ടു, ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? രഹന. രഹന, എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് സ്കൂളും എന്താ പറയുക കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും വലിയ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. ഇപ്പം നമ്മുടെ 5th ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽപ്പന ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയല്ലേ? ഉറപ്പാണോ? ഞാൻ ചോദിക്കുന്ന ഒരു ടീച്ചറിനോടാണ്. കുറച്ച് കോൺഫിഡൻസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയാം. ആണെന്നാണ് ഉറപ്പാണോ? ആരാ പറഞ്ഞ നീ ഉത്തരം? അറിയാം. ഓക്കെ, അപ്പോൾ രഹന ടീച്ചർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ലിയോസ് നൽകുന്ന നല്ലൊരു സമ്മാനം കേട്ടോ. പേരെന്താ? അമലിയ. അമലിയ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം 12th കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ട്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. ചോദ്യം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചു. ഒരു ടങ് ട്വിസ്റ്ററാണ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ് എന്ന സ്പീഡിൽ ഒരു 10 പ്രാവശ്യം പറയണം. അല്ലെങ്കിൽ 5 പ്രാവശ്യം മതി. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് കുട്ടി വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഒരെണ്ണോട് ചോദിക്കട്ടെ. അതായത് ഒരു ചെറിയ ടങ് ട്വിസ്റ്ററാണ് അടുത്തത്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഓക്കെ, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പോയി ഒന്നുകൂടി. അല്ലല്ലോ, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അതല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നുകൂടി പറ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? എന്നാ സമയം പിടിച്ചോ. നമ്മൾ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ഒരമ്മേനെ. പേരെന്താ? കൺമണി അൺബോഡി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണത്. എന്നാൽ നമുക്ക് ആ പാട്ട് തന്നെ പാടിയല്ലോ. അതറിയില്ല, എന്നാൽ നമുക്കറിയാവുന്നൊരു പാട്ട് പാടിക്കോ. പാട്ട് പാടി അപ്പം തന്നെ ലിയോസിന്റെ സമ്മാനമുണ്ട്. ലിയോസിലൊക്കെ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഒരു പാട്ട് പാടിക്കോ. ലിയോസിന്റെ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. അടിപൊളി പാടിക്കോ. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, ഞങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ഹലലാ ലാലലാ ലാലലാ ലാലാ ലാലലാ. ഗംഭീരമായിട്ട് കൺമണി എന്ന് പറയുന്ന അമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ലിയോസ് നൽകുന്ന നല്ലൊരു സമ്മാനം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറയും, അത് അതുപോലെ തന്നെ പറയാം. ഓക്കെ, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്നല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. എനിക്കറിയില്ല. പഠിക്കേണ്ടാത്തതായിട്ടുള്ള. എന്നാ ഒരു തോറ്റ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിക്കോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും സിന്ധു നല്ല പേര്. അപ്പോൾ സിന്ധു ചേച്ചിക്ക് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ ചേട്ടാ, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തത്? കറക്റ്റ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിലാണ്. അതായത് നമ്മുടെ മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ ഇന്നസെന്റ് വീടിന്റെ തൊട്ടടുത്ത് അല്ലേ? ഓക്കെ, അപ്പോൾ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടില്ലേ? പിന്നെ കേട്ടിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും എന്താ പറയുക ഹോൾസെയിലായിട്ട് ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നമ്മുടെ. ചേട്ടന് ഒരു കാര്യം ഞാൻ പറയും, അത് അതുപോലെ തന്നെ തെറ്റാണ്ട് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ, പറയട്ടെ. ദൃഷ്ടിദുമ്നൻ. ഉറപ്പാണോ? അത് അല്ല, ഇത്തിരി ശരിയായി എന്ന് തോന്നുന്നു. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് കേട്ടോ. ഞാൻ ചോദ്യം ചോദിക്കും, സ്വർണ്ണത്തിനെ പറ്റിയാണ്. സ്വർണ്ണമൊക്കെ എടുക്കാറുള്ള ആളല്ലേ? അതെ, എടുക്കാറുണ്ട്. സ്വർണം ലഭ്യമാവുന്ന എവിടെ നിന്നാണ്? ഭൂമിയുടെ അടിയിൽ നിന്ന്.
ഉറപ്പാണോ? ഉറപ്പാണ്. ആരാ പറഞ്ഞ ഉത്തരം? അത് അറിവുണ്ട്. അറിവുണ്ട്. എന്നാൽ അറിവിന് ഒരു ചെറിയ സന്തോഷം. ലിയോസ് ഗോൾഡ് ഓർണമെന്റ്സ് നൽകുന്ന നന്നായിട്ട് പോകണം. ലിയോസ് ഗോൾഡ് ഓർണമെന്റ്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ചാൽ ജ്വല്ലറിയിൽ ലഭ്യമാവുന്ന സ്വർണം എത്ര ക്യാരറ്റ് ആണെന്നാണ്. 22. ഉറപ്പാണോ? ആരാണ് ഈ ഉത്തരം പറഞ്ഞു തന്നെ? എങ്ങനെ അറിയാം? ജ്വല്ലറി പോകാറുണ്ട്, വാങ്ങാറുണ്ട് അല്ലേ? ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയും, അത് സിമ്പിളായിട്ട് പറയാം. ഓതറ വളവിൽ ഒരക വളവിൽ ഒരൊതളത്തിന്മേൽ 10-25 ഒതളങ്ങ. ഒന്നുകൂടി പറഞ്ഞേ. ഓതറ വളവിൽ ഒരക വളവിൽ ഒരൊതളത്തിന്മേൽ 10-25 ഒതളങ്ങ. ഓതറ വളവിൽ ഒരകവളവിൽ ഒതളത്തിന്മേൽ 10-25 ഒതളങ്ങ. അതൊരു പ്രാവശ്യം ഓതറ വളവിൽ ഒരകവളവിൽ ഒതളത്തിന്മേൽ 10-25 ഒതളങ്ങ. കുഴപ്പമില്ല, പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. ഒരു സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു. സമ്മാനം കൊടുത്ത് നമ്മളിതാ തൃപ്രയാറെത്തിയിട്ടുണ്ട്. തൃപ്രയാറെത്തിയപ്പോൾ ഇവിടെ ഒരാളെ കണ്ടു. അപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഒരാൾ ചോദിച്ചു, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അല്ലേ? പറഞ്ഞാൽ അതെ, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ആണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. സ്വർണ്ണം അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, അപ്പോൾ പേര് പറഞ്ഞു ഞാൻ അൻവിൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഡയമണ്ടിനെ മലയാളത്തിൽ പറയുന്നത് എന്താണ്? ഡയമണ്ടിന് മലയാളത്തിൽ ഒരു പേര് കൂടിയുണ്ട്. എന്താണ് ആ പേര്? വജ്രാണോ? ഉറപ്പാണോ? ഒന്ന് ഇത്തിരി കോൺഫിഡൻസ് ആയിട്ട് പറ, മൈക്ക് പിടിച്ചിട്ട്. വജ്രം. ഓക്കെ, അടിപൊളി. ലിയോസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് കേട്ടോ. 22 ക്യാരറ്റ് സ്വർണത്തെ എന്താണ് പറയുന്നത്? അറിയോ? ഉറപ്പാണോ? ഉറപ്പ്. ഞങ്ങളൊക്കെ സ്വർണ്ണൊക്കെ എടുക്കണതല്ല. അടിപൊളി. അപ്പോൾ എന്തായാലും ചേട്ടൻ കറക്റ്റാണ് ഉത്തരം പറഞ്ഞ്. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക യാത്ര വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മടത്താണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അമ്മയെ കണ്ടു. അമ്മയെ നമസ്കാരം. പേരെന്താണ് മേഡം? കുമാരിയമ്മ. അപ്പോൾ കുമാരിയമ്മ, ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ അമ്മ പാട്ടൊക്കെ പാടുന്നതാണോ? ഒന്നും അറിയില്ല. അച്ചോടാ പോട്ടെ. എന്തായാലും ഒന്നും അറിയാത്തൊരമ്മയ്ക്ക് നമ്മൾ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അത് ഏറ്റു പറയോ? പേര് മണി, പണി മണൽ പണി. അപ്പോൾ അതാ അമ്മ എന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊരു സമ്മാനമുണ്ട് ലിയോസ് ഗോൾഡ് ഓർണമെന്റ്സ് നൽകുന്നത്. സന്തോഷമായോ? എന്തായാലും നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് എന്നും വന്നത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറഞ്ഞു. ചിലർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ എന്താ പറയുക വളരെ തകൃതിയായിട്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളും നോട്ടീസൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ എന്താ പറയുക തൃശ്ശൂർ ജില്ലയിൽ ഓണായിട്ട് ഉണ്ട്. അപ്പോൾ മാർച്ച് 16-ാം തീയതിയാണ് നമ്മുടെ 5th ആനിവേഴ്സറി. അപ്പോൾ ആരും മറക്കണ്ട. എന്തായാലും എന്താ പറയുക എല്ലാവരും 5th, അതായത് നമ്മുടെ 5th ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മുടെ ലിയോസിലേക്ക് വരിക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പുത്തമ്പള്ളിക്ക് പിന്നിൽ കാൽഡിയൻ സെന്ററിൻ്റെ ഓപ്പോസിറ്റാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയും കുറേ അധികം ചോദ്യങ്ങളും കുറേ അധികം സമ്മാനങ്ങളായിട്ട് കാണാം. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 5ാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.